ഞാൻ എന്റെ കാലൊന്ന് അമർത്തിയാലുണ്ടല്ലോ, പിന്നെ എഴുന്നേറ്റ് നടക്കില്ല നീ. ഇനി ഒരു പെണ്ണിന്റെ നേരെയും നിന്റെ ഈ കൈ പൊങ്ങരുത്. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാക്കാനും മറക്കാതിരിക്കാനും കുറച്ചു ദിവസം നീ നിന്റെ വലത് കൈ കൊണ്ട് ചോറ് വാരി തിന്നണ്ട. നിങ്ങൾ മൂന്നുപേരും വിചാരിച്ച അവിടെ പോയി അർച്ചനയുടെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല സുഭദ്രേ, പക്ഷെ ഞങ്ങൾ എന്തായാലും അവിടെ പോവും. ഇവള് സച്ചേട്ടനെ രക്ഷിക്കാൻ ചെയ്യും. അർച്ചനയുടെ വിഷമം കണ്ട് കൂടെ കൂടിയതാ ഞാൻ. എന്നെ കൊണ്ട് എന്തൊക്കെ സാധിക്കുന്നു എനിക്കറിയില്ല. പക്ഷെ അതെന്ത് തന്നെ ആയാലും ഇവളുടെ കൂടെ ഞാനും ഉണ്ടാവും. സുഭദ്രയോട് എനിക്ക് തീരാത്തത്ര നന്ദിയുണ്ട്, ഞങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്. എന്റെ സച്ചേട്ടനെ എനിക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റും. ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട് അതിന് സാധിക്കുമെന്ന്. അതിന്റെ സൂചനകളാ ഇതൊക്കെ. ഇനി നമുക്ക് സമയം കളയണ്ട. നമുക്ക് വേഗം ഒരു ടാക്സി വല്ലതും വിളിച്ച് ആ പറഞ്ഞ സ്ഥലത്ത് പോവാം. പക്ഷേ ഇനിയും നിങ്ങൾ റോഡ് വഴി പോയാ അവിടെ എത്തുന്നത് വരെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഉപദ്രവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അല്ല, പിന്നെ മറ്റൊരു വഴിയെന്ന് പറയുമ്പോ പിന്നെ ഞാൻ കണ്ടത് കാടിനുള്ളിലൂടെ ഉള്ളൊരു നടവഴിയാ. നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ഇവിടുന്ന് കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞാൽ കാടിനകത്തേക്ക് കയറാം. അതുവഴി പോയാൽ നിങ്ങളെ ആരും കാണില്ല. പക്ഷേ അപകടം ധാരാളം ഉള്ള വഴിയാണത്. കാടിനുള്ളിലെ ഭീകരതയും കുത്തൊഴുക്കുള്ള പുഴയും ഒക്കെ കടന്നു വേണം പോകാൻ. സുഭദ്ര പറഞ്ഞ വഴി പോകുന്നത് തന്നെയാ നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ പുഴയൊക്കെ കടക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ പോകുന്ന വഴിയില് ഒരമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ വലതുവശത്തുള്ള വഴിയിലൂടെ പോയാൽ കുറച്ച് ദൂരം കൂടുതലാണെങ്കിലും പുഴയിൽ ഇറങ്ങാതെ നിങ്ങൾക്ക് അവിടെ എത്താം. എന്തായാലും ആ നടവഴി തന്നെ പോവാം. പാർവതിക്ക് ആ വഴി കാണാമെന്നല്ലേ പറയുന്നത്? ബാക്കി പിന്നെ ആലോചിക്കാം. എന്നാ ഞങ്ങൾ പോവാം. എന്റെ സച്ചേട്ടനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കഴിയണേന്ന് സുഭദ്രയും പ്രാർത്ഥിക്കണം. ഗംഗേ, ഞാനും വരാം നിങ്ങളുടെ കൂടെ. ഏട്ടന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ ദിവസം. അതാ ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും ഏട്ടൻ പുറകോട്ട് പോവാതെ മുന്നിൽ തന്നെ നിന്ന് വിവാഹം നടത്തുന്നത്. നിന്റെ മനസ്സിൽ ഒന്ന് രണ്ട് വിഷമങ്ങളുണ്ടെന്ന് ഏട്ടൻ അറിയാം. മുഹൂർത്തത്തിന് മുമ്പ് സച്ചിയും സന്ദീപും അവിടെ ഉണ്ടാവും. എന്ത് എതിർപ്പ് പറഞ്ഞാലും നിന്റെ വിവാഹത്തിന് അവർ വരാതിരിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് മോള് സന്തോഷമായിരിക്കണം കേട്ടോ.
വിവാഹ ചെറുക്കനും എത്തിയല്ലോ. ഈ വേഷത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് അടുത്തു തന്നെ. അച്ഛനൊന്ന് കണ്ണു നിറയെ കാണട്ടെ. ഈശ്വരനായിട്ട് കൂട്ടിച്ചേർത്തവരാ നിങ്ങൾ. ആർക്കും അത് പിരിക്കാൻ പറ്റില്ല. സച്ചിൻ സന്ദീപും അവിടെ വരും എന്ന നന്ദന്റെ വാക്ക് വിശ്വസിച്ചാ ഞാനും നിൽക്കുന്നത്. ആ വിശ്വാസത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. നന്ദ, ഇറങ്ങാനുള്ള സമയമായോ? രാജ മോളെ, അച്ഛൻ്റെ അനുഗ്രഹമായി രണ്ടാളും. നന്നായി വരും. എന്റെ മക്കൾക്ക് നല്ലതേ വരൂ. ഏട്ടന്റെ അനുഗ്രഹം വാങ്ങിക്കേ. നന്നായി വരട്ടെ. എന്നാ ഇനി സമയം കളയണ്ട, നമുക്കിറങ്ങിക്കൂടെ? ആ, നമുക്കിറങ്ങാം. സ്നേഹേ, അവന്റെ ഏട്ടത്തിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നില്ലേ? ധനുഷും ചെല്ല്. രണ്ടുപേരും കൂടെ വേണ്ടേ അനുഗ്രഹം വാങ്ങിക്കാൻ? ചെല്ല്. രണ്ടാളെയും ഈശ്വരൻ അനുഗ്രഹിക്കും. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ധനുഷിനെ കിട്ടിയത് നിന്റെ ഭാഗ്യ. എല്ലാ കാലത്തും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. എന്നാ പിന്നെ ഇറങ്ങാം. വാ, സമയായി. ദേ, ഈ വഴി പോയാൽ കാടിനുള്ളിലേക്ക് എത്താം. എല്ലാവരും സൂക്ഷിക്കണം. പല അപകടങ്ങളും നിറഞ്ഞ വഴിയാണിത്. എന്തായാലും നമുക്ക് പോയല്ലേ പറ്റൂ. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. വാ. വാ. പകലിനായിരം പാളം വെളുത്തു വെളുത്തു വന്നു തണുത്തു തണുത്തു മെല്ലെ കറുത്തു കറുത്തുരീ നേരം ചിറകു കുറുത്തരീ നേരിനായിരം കാലം കാലമൂത്തി സ്നേഹമറിയാതെ മൗനമോ മാഞ്ഞു രാഗമറിയാതെ ജീവിതം പാടുന്നു കൂടെ സത്യമോ തേടുന്നു എവിടെയോ ജഗണു ജഗണു തക ജഗണു ജഗണു തക ജഗണു ജഗണു തക താളം ഇവിടെങ്ങി പകലിനായിരം താളം വെളുത്തു വെളുത്തു വന്നു തണുത്തു തണുത്തു മെല്ലെ കറുത്തു കറുത്തുരീ നേരം ചിറകു കുറുത്തരീ നേരിനായിരം താളം
ಎಂದಿನೋ ಬೇಡಿ ಎಂದು ನೀನೇಡಿ ಪಿರಿಯುವದಿ ನಾಣೋ ಕರೆಯುವದಿ ನಾಣೋ കോടി മലകേറി കോടി നദി താണ്ടി യാതനയിലൂടെ വേദനയിലൂടെ നിഴലുകൾ പോലും കാണുവാൻ വയ്യ പാതിരാമായി നേരമിത് നേരം അകലയായി ഇരുളുമിരുളിലായി ശിലകൾ അലിയുമാ കഥയുടെ കടലെവിടെ ജഗണു ജഗണു തക ജഗണു ജഗണു തക ജഗണു ജഗണു തക താളം കിവിടങ്ങി പകലിനായിരം താളം വെളുത്തു വന്നു തണുത്തു മെല്ലെ കറുത്തു നേരം ചിറകു പുറത്തൊരീ നേരിനായിരം താളം ഭഗവാനെ സച്ചേട്ടനെ കാത്തുരക്ഷിക്കണേ. എന്റെ സച്ചേട്ടന് ഒരാപത്ത് വരത്തില്ല. സ്വന്തമാണെന്നോ ബന്ധമാണെന്നോ പോരിനൊരു പോരോ തേരിനൊരു തേരോ പേരിനൊരു പേരോ നേരിനൊരു നേരോ ആരു നീ ആരോ ആരു ഞാനാരോ ഏകനായി പോരാം ഏകനായി പോകാം ഈ പ്രകൃതി വികൃതി തകൃതിയായി കടലു പൊലിയുമാ കഥയുടെ പൊരുൾ ഇവിടെ. ഈ മല കയറി അപ്പുറത്തിറങ്ങണം. കാണുന്നത് പോലെ നിസ്സാരമല്ല അത്. നടക്കുന്ന വഴിയില് ധാരാളം ഇഴജന്തുക്കളുണ്ട്. ഓരോ ചുവടും നോക്കി വെക്കണം. നമ്മുടെ ഈ യാത്രയില് ഏറ്റവും അപകടം നിറഞ്ഞ സ്ഥലമാണിത്. എന്തായാലും ഈ വഴിയല്ല നമ്മുടെ മുന്നിലുള്ളൂ. നമുക്ക് നടക്കാം. അതെ, ഇത്രയും നേരം നമുക്കൊന്നും പറ്റിയില്ലല്ലോ. അതുപോലെ തന്നെ ആവുള്ളൂ ഇതും. നിങ്ങൾ വാ. സഹായത്തിന് ആരും കാണുന്നില്ലല്ലോ.
ഞാൻ വന്ദനൻ. നിങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിയില്ലേ, അതിന്റെ തൊട്ടപ്പുറത്തൊരു ആയിരവല്യ ക്ഷേത്രമുണ്ട്. ഞാനിവിടെ തൊഴാനായിട്ട് വന്നതാ. നിങ്ങൾ 4 പേരും ഈ വഴി നടന്നു പോകുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നീട് നിലവിളി കേട്ടപ്പോ എനിക്ക് മനസ്സിലായി എന്തോ അപകടത്തിലായിന്ന്. അതാ ഞാൻ ഓടി വന്നത്. അല്ല, നിങ്ങൾ ഇതുവഴി എവിടേക്കാ പോകുന്നത്? അത് ഇത്രയും റിസ്ക് എടുത്ത്? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത് അർച്ചന, ഇവളുടെ ഭർത്താവിന് ആരോ പിടിച്ചു വെച്ചിരിക്കുവോ? പിടിച്ചു വെച്ചിരിക്കുന്നോ? എന്തിന്? സാറെങ്ങോട്ട്? മണ്ഡപത്തിലേക്കാണോ? അല്ല, ഓഫീസിലേക്ക്. അച്ഛന് നന്ദേണ്ണൊക്കെ പറഞ്ഞിട്ടും പോകുന്നത് ശരിയല്ല സച്ചേട്ടാ. അവിടെ പറഞ്ഞതൊക്കെ ഒരു അലങ്കാരത്തിന് പറഞ്ഞതേ ഉള്ളൂ. താൻ ധൈര്യമായിട്ടിരിക്കും, ഞാൻ നേരത്തെ വരാം. നാളെയാ ആതിരയുടെ സർജറി പറഞ്ഞിരിക്കുന്നത്. അവളുടെ സർജറി നടക്കുന്ന സമയത്ത് അവൻ ഇവിടെ ഒന്ന് നിൽക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ ശരി തന്നെയാ. നാളെ വന്നില്ലെങ്കിൽ വേണ്ട, ഇന്ന് എപ്പോഴെങ്കിലും ഇവിടം വരെ ഒന്ന് വന്ന് സ്നേഹയെ കണ്ടിട്ട് പോകാനൊന്ന് പറ. ഞാൻ സന്ധ്യവിൻ്റെ അടുത്ത് എത്താറായി. ആ ശരി. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അർച്ചനയ്ക്ക് സച്ചിയെ രക്ഷിക്കാനാവും. എന്നാലും അർച്ചന വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലുള്ള ഓരോ പ്രതിസന്ധിയിലും ഓരോരുത്തരെ രക്ഷിക്കാനായി എത്തിയിട്ടുണ്ട്. അവസാനം ഈ ഞാനും. അതുകൊണ്ട് ഇനി സമയം കളയാനില്ല, നമുക്ക് വേഗം പോവാം. നീയെന്താ ഇനി ഇങ്ങനെ നോക്കുന്നേ? ഒരു ബന്ധവുമില്ലാതെ നിങ്ങൾക്ക് അർച്ചനയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഞാൻ മാത്രം നിങ്ങളോടൊപ്പം വരാതിരിക്കുന്നത് എങ്ങനെയാ? ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ തിരികെ പോയാലും എനിക്ക് സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഞാനുണ്ട് ഇനിയുള്ള യാത്രയിൽ. ബാ.